ഫ്രണ്ട് ഡോക്ടർ വൈശാഖ്, ഇതെന്റെ ബ്രദർ ക്രിക്കറ്റ് പ്ലെയർ ആണ്, അടിപൊളിയാണ്. അപ്പം ഇത് നമ്മുടെ മാരേജിന്റെ 10ാമത്തെ ദിവസമാണ്. മാരേജ് റിസപ്ഷൻ അറ്റ് ട്രിവാൻഡ്രം. അതിന് നമ്മുടെ മാരേജിന്റെ ഫങ്ഷൻസ് എല്ലാം സക്സസ്ഫുള്ളി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് പറയാൻ പാടില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താ പറയാ, ഭയങ്കര ഹാപ്പി എല്ലാ രീതിയിലും. ഫങ്ഷൻസ് ആണെങ്കിലും ഇവന്റ് ആണെങ്കിലും അല്ല, ഇവന് അറിയാം. കാരണം 2015 തൊട്ടേ ഞാൻ എന്നായിരിക്കും എന്റെ കല്യാണം, ആരായിരിക്കും ഞാൻ കിട്ടുന്നത്. അപ്പൊ അവ ഇങ്ങനെ പറയുന്നത് അതിന്റെ കഥ എന്തായാലും ഒരു പെൺകുച്ചി നിന്റെ ആഗ്രഹപ്രകാരം വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അടിപൊളിയെ പറ്റി പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എന്താണ് പറയാനുള്ളത്? ഇല്ല, രണ്ടുപേർക്കും അടിപൊളി. കൺഗ്രാറ്റ്സ്, ഹാപ്പി മാരീഡ് ലൈഫ്. നിങ്ങളൊരു ലോങ് ട്രിപ്പ് പോലെ. അല്ല, എനിക്ക് ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ കേട്ടോ, അത് ഡോക്ടർ വൈശാഖ് ആണ്. പിന്നെ ഇതെന്റെ വൈഫാണ്. വൈഫ് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ എന്താ പറയാ, ഞങ്ങൾ അധികം സംസാരിക്കുന്ന ഒരു ഫ്രണ്ട് ഒന്നുമില്ല. എപ്പോഴും സംസാരിക്കത്തില്ല, എപ്പോഴും മെസ്സേജ് ചെയ്യത്തില്ല. പക്ഷെ അന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ ഞാൻ എന്ത് കണ്ണുകൊണ്ട് കാണിക്കുന്നോ അവ കറക്റ്റായിട്ട് ക്യാഷ് ചെയ്തിരിക്കും. എന്റെ മനസ്സിൽ എന്താണോ, എന്റെ ഇമോഷൻസ് എന്താണോ. ഞാൻ ബിഗ് ബോസിൽ പോണതിന് മുന്നേ എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് 4 മണിക്ക് കൊണ്ടാക്കിയത് ഇവനാണ്. അന്ന് ഞാൻ എടുത്ത് പറഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് വെച്ചേരെ, ചിലപ്പോൾ തിരിച്ചേരുമ്പോൾ രസമായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയപ്പോഴും എന്താ പറയാ, അത്രയും ക്രൗഡിന്റെ കൂടെ പിക്കാൻ വേണ്ടി അവൻ വന്നിരുന്നു. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഐഡിയുടെ ഇടയ്ക്ക് കിടന്ന് എന്നെ കഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോയത്. അപ്പൊ താങ്ക് യു സോ മച്ച്. പിന്നെ പുള്ളിക്കാരൻ നമ്മുടെ ബ്രദറാണ്. എനിക്കൊരു ബ്രദർ വേണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം സത്യം പറയാൻ ഭയങ്കര എന്താ പറയാ, നല്ലൊരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടർ മീൻസ് ആക്ച്വലി പാവമല്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുള്ളിക്കാരൻ കൂടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, അതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ ആവശ്യമില്ലാത്ത രീതിയിലോ ഒരു രീതിയിലും നമ്മുടെ അടുത്ത് ഒരു കാര്യം അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഒന്നുമില്ല. പുതിയ പോയിന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണ്. സോ എനിക്കത് എന്താ പറയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രദറിനെ കിട്ടിയതില്. പിന്നെ വൈഫിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ യാദർശികമായാണ് നമ്മൾ കണ്ടുമുട്ടിയത്. പക്ഷെ കണ്ടുമുട്ടിയതിൽ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാവുന്നു. കാരണം ഒരുപാട് പേര് നമ്മുടെ റിലേഷൻഷിപ്പ് എല്ലാവരെയും പോലെ അടിച്ചു പിരിഞ്ഞ് ഇവരൊക്കെ പോയി ഇവർക്ക് എത്ര നാളും ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സക്സസ്ഫുള്ളി വളരെ സന്തോഷം കൊണ്ട് നാക്കിരിക്കുന്നില്ല. ഞാൻ കുടിച്ചിട്ടല്ല കേട്ടോ, ഞാൻ കുടിക്കാറില്ല. ഓക്കെ, അപ്പം ഒരുപാട് പേര് ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ആയിരുന്നു, അതും ഇതും എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഒരുപാട് നടന്നു. പക്ഷെ നമ്മള് ഇമോഷൻസ് എക്സ്ട്രീം എല്ലാം നമുക്ക് കാണാൻ പറ്റി. കംപ്ലീറ്റ്ലി ഹാപ്പി. എന്താ പറയാ, നമ്മള് നാളെ രാത്രി അസർബൈജാനിലേക്ക് മഞ്ഞ് പെയ്യുന്ന കാണാൻ വേണ്ടി പോകണം. ഇന്നേ വരെ ഞാൻ എന്റെ ജീവിതത്തിൽ, ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ മഞ്ഞ് പെയ്യുന്ന